അവിടെ ബാബു വേഗം നോക്കടാ. നമ്മൾ സെക്രട്ടറി കാണുന്നില്ലല്ലോ, 2 കാലായി. ഇതെവിടെ പോയി? ഇന്നും പണിക്കാറ് മുങ്ങി. അല്ല നമ്മുടെ സെക്രട്ടറി വന്നാ ഇത് കാണുന്നില്ല, ഒന്ന് വിളിച്ചോക്കട്ടെ. ഉത്തരവാദിത്തമില്ലാത്ത ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ. ഓലെ വരുന്നത് ഏടെ പോയിന് സെക്രട്ടറി പോലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ? മനോജേട്ടാ, ഞാൻ പള്ളിയിൽ ജുമസ്കരിക്കാൻ പോയതാ. ഓ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ? എന്താ ഈ കാര്യങ്ങളിലോ? നസീറെ, ഞാൻ മുനീർ റുസാനെ വിളിച്ചിനി. എന്നിട്ടോ? അപ്പം നബിദിനത്തെ കുട്ടിയെ കൊടുക്കുന്ന മൊമ്മൻ്റെ ലിസ്റ്റ് ഓർത്താന്നിട്ടുണ്ട്. അതെയാ? ഞാൻ ആ മൊമ്മൻ്റെ ഓടിച്ചിട്ട് വീട്ടിൽ കൊണ്ടാക്കി. നല്ല ആദ്യം നമുക്ക് നിങ്ങളെ വീട്ടിൽ സെറ്റാക്കാം. അപ്പം അതെ. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം താഴെ പള്ളിയിലെ കുട്ടിയൊക്കെ നബിദിനത്തിൽ ഒന്നും കൊടുത്തില്ല. ഈ പ്രാവശ്യം എന്തായാലും കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം. അതിനൊരു കാര്യം ചെയ്യാം, ഓണത്തിന്റെ പിരിവില് നമുക്കത് ഉൾപ്പെടുത്താം. നമ്മൾ ഇന്ന് എവിടുന്നാ പിരിവ് തുടങ്ങുന്നേ? നമുക്കൊരു കാര്യം ചെയ്യാം, മുഹമ്മദ് ആജിക്കിൻ്റെ കൂട്ടി പോവാം. നല്ല കാര്യമായി. എന്തേ? 2-3 ദിവസം മുന്നേ ഉപ്പ കുറച്ച് സാധനം വായിച്ച അയാളെ പീടിയെന്ന് നാളെ തരാന്ന് പറഞ്ഞിട്ട് നേരം വെളുക്കുമ്പോൾ തന്നെ അയാളെ പണിക്കാരനയച്ചിന് വീട്ടിൽ പൈസക്ക് വേണ്ടി. അല്ല, നിന്റെ ബന്ധു അല്ലേ? ബന്ധു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ആറും പിശിക്കനാ. നമുക്കൊരു കാര്യം ചെയ്യാം, അയാൾ ഓൾഡാണ് ബീബിത്താ, ഓറ് കൈകൊണ്ട് കൊടുക്കും, നമുക്ക് ഓരോടിക്കാം. ഓരോന്ന് പിന്നെയും കിട്ടും. ഇപ്പം പോയാൽ ആജിക്ക് ഉണ്ടാവില്ല. അതല്ലേ അമ്മായേ, ആ അമ്മായി, അമ്മ. എന്താ കാര്യം? പിരിവ് അല്ല, നമ്മള് പിരിവിന് പോകുമ്പോ അമ്മായിൻ്റെ അടുത്ത് വെള്ളം കുടിക്കാൻ വന്നതാ. നടക്കട്ടെ. പിന്നെ നിങ്ങളെ ഇപ്രാവശ്യത്തെ ഓണപ്പരിപാടി നോട്ടീസ് കണ്ടു, അടിപൊളിയായിന്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ഒരുപാട് പൈസേൻ്റെ പൂ മേടിച്ച് വലിയ പൂക്കളം തീർത്ത് പിറ്റേന്ന് വാരിച്ചാടുന്ന പരിപാടിയല്ലല്ലോ. പാവങ്ങൾക്ക് കിറ്റ് കൊടുക്കുന്നില്ലേ. നടക്കട്ടെ മക്കളെ, നല്ല കാര്യം. ആജിക്കാൻ്റെ വക ഓണത്തിന് സംഭാവന. രമേശേട്ടാ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ? അയാളോട് സംഭാവനയ്ക്ക് അടുത്ത കൈക്ക് ഉപ്പ് വെക്കാത്ത മനുഷ്യൻ സംഭാവനയ്ക്ക്. മക്കളെ, ഈ പാവങ്ങൾക്ക് ഓണത്തിന് കിറ്റ് മാത്രം കൊടുത്താൽ മതിയാ? ഡ്രസ്സും കൊടുക്കണ്ടേ? ഡ്രസ്സ് എന്താ വേണ്ടത് വെച്ചാൽ എൻ്റെ റെഡിമെയ്ഡ് ഷോപ്പിൽ എൻ്റെ എടുത്തോ. ഇനിയിപ്പോൾ കിറ്റിലേക്ക് വല്ല സാധനം കുറവുണ്ടെങ്കിൽ അത് എൻ്റെ അനാഥിപ്പടിയിൽ എൻ്റെ അടുത്തോ, ഞാൻ വിളിച്ചു പറയാം. ആജിക്ക നന്ദിയുണ്ട് ആജിക്ക. നന്ദി എന്തിനാ മക്കളെ, ഓണം മലയാളികളുടെ ദേശീയ ആഘോഷമല്ലേ, എല്ലാവരും സന്തോഷിക്കട്ടെ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എല്ലാവർക്കും ഓണം നബിദിന ആശംസകൾ.